മറയേണ്ടതോർത്ത് ചന്ദ്രനക്ഷത്രാദികൾ വിതുമ്പുമ്പോൾ മാറ്റമില്ലാതെങ്ങും വിരാജിക്കും ദൈവമേ, അങ്ങയെ വാഴ്ത്തുന്നു ഞങ്ങൾ. ഉദിച്ചെങ്ങും പ്രഭതൂകും പാരിലെ സൂര്യരശ്മിയേക്കാൾ പ്രശോഭിച്ചെന്നും പ്രസാദമേകുന്ന ദൈവമേ, അങ്ങേ മഹിമാവെത്ര മനോജ്ഞം. യേശുവിൽ പ്രിയമുള്ളവരെ, ദൈവമായ കർത്താവ് ഒരു പ്രഭാതം കൂടി നമുക്ക് തന്നിരിക്കുകയാണ്. ഓരോ പ്രഭാതവും ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ കാരുണ്യത്തിൻ്റെ അളവറ്റ വെളിപ്പെടുത്തലാണ്. ദൈവത്തിൻ്റെ നമ്മെക്കുറിച്ചുള്ള കരുതലാണ് നമ്മുടെ ആയുസ്സിലേക്ക് ദൈവം ചേർക്കുന്ന ഓരോ ദിനവും. ഈ ദിനം ദൈവത്തിൻ്റെ പ്രതീക്ഷകളിലേക്ക് ഉയർന്നു ജീവിക്കുവാൻ ദൈവമേ, നിൻ്റെ കരുണയാലും കൃപയാലും അങ്ങേ മക്കളായി ഞങ്ങളെ നിറയ്ക്കണമേ എന്ന് ദൈവസന്നിധി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ജീവിത വഴികൾ അത് അനുഗ്രഹമാകുന്നത് കർത്താവിൻ്റെ കരുണയൊഴുകുമ്പോഴാണ്. ദൈവമേ, ഈ ദിനം ഞങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങളിലേക്കും നിൻ്റെ കരുണയൊഴുക്കണമേ, കൃപയൊഴുക്കണമേ എന്ന് ഈ പ്രഭാതത്തിൽ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. പരിശുദ്ധ മറിയമാണ് പ്രഭാത വിരുന്ന് ശുശ്രൂഷയുടെ സ്വർഗീയ മധ്യസ്ഥ. അമ്മയോട് ചേർന്നുള്ള പ്രാർത്ഥനകളാണ് ഈ ശുശ്രൂഷയെ ഓരോ പ്രഭാതത്തിൽ വലിയ അഭിഷേകമായ അനുഗ്രഹമായി അനേകായിരങ്ങളിലേക്ക് കടന്നു ചെല്ലുവാൻ ശക്തിപ്പെടുത്തുന്നത്. അമ്മയുടെ വിമലഹൃദയത്തോട് അനുദിനം TV സ്ക്രീനിന് മുമ്പിലായിരുന്ന വചനം കേട്ടും പ്രാർത്ഥിച്ചുമായിരിക്കുന്ന അനേകായിരങ്ങളെ നമുക്ക് സമർപ്പിക്കാം. രാവും പകലും ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി കഠിനാധ്വാനം ചെയ്യുന്ന എല്ലാ പ്രേക്ഷിത മക്കളെയും അമ്മയുടെ വിമലഹൃദയത്തോട് ചേർത്ത് വെച്ച് നമുക്കൊന്ന് ചേർന്ന് അമ്മയുടെ സ്വർഗീയ മാധ്യസ്ഥം യാചിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. യേശുവിൽ പ്രിയമുള്ളവരെ, ഈ ദിനം ദൈവമായ കർത്താവ് നമുക്ക് നൽകാൻ പോകുന്ന തിരുവചനങ്ങൾക്കായി നമുക്ക് പ്രാർത്ഥനാപൂർവ്വം നമ്മെ തന്നെ ഒരുക്കാം. ഒരുക്കപ്പെട്ട ഹൃദയനിലങ്ങളിലേക്ക് ദൈവത്തിൻ്റെ വചനം വിതയ്ക്കപ്പെടുമ്പോഴാണ് പ്രിയമുള്ളവരെ ആ വചനം നൂറുമേനി ഫലം നൽകുന്ന അനുഭവങ്ങളിലേക്ക് നമ്മുടെ ജീവിതങ്ങളെ നയിക്കുക. പരിശുദ്ധാത്മാവേ, നീ ഞങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് എഴുന്നള്ളി വന്ന് ദൈവവചനത്തിനായി ഞങ്ങളുടെ ഹൃദയങ്ങൾ ഒരുക്കണമേ, പാകപ്പെടുത്തണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഓ പ്രിയ പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ ഹൃദയങ്ങളിലേക്കും ജീവിതങ്ങളിലേക്ക് പ്രഭാതത്തിൽ അവിടുന്ന് എഴുന്നള്ളി വന്ന് നിറയണമേ. ഓ പ്രിയ പരിശുദ്ധാത്മാവേ, ഈ നിമിഷങ്ങളിൽ ഞങ്ങൾ കേൾക്കാൻ പോകുന്ന തിരുവചനങ്ങളെ ഹൃദയം തുറന്ന് കേൾക്കുവാനും സ്വീകരിക്കുവാനും നീ ഞങ്ങൾ ഓരോരുത്തരെ ശക്തിപ്പെടുത്തണമേ. ഞങ്ങളുടെ ഹൃദയമാകുന്ന നിലങ്ങളിൽ വന്നു വീഴുന്ന വചനങ്ങൾക്ക് 60-100 മേനി ഫലം നൽകി ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ പരിശുദ്ധാത്മാവെ നീ ഞങ്ങളെ അഭിഷേകം ചെയ്ത് അനുഗ്രഹിക്കണമേ. ആമേൻ. യേശുവിൽ പ്രിയമുള്ളവരെ, ഈ ദിനത്തിൻ്റെ പ്രത്യേക നിയോഗമായി ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ വിവിധങ്ങളായ രീതികളിൽ അപവാദങ്ങളിൽപ്പെട്ട് വേദനിക്കുന്ന ഒരുപാട് മക്കളുണ്ട്. ജീവിതത്തിൽ ചെയ്യാത്ത തെറ്റുകൾ മറ്റുള്ളവർ ആരോപണങ്ങൾ ഉന്നയിച്ച് അപവാദങ്ങൾ പ്രചരിപ്പിച്ചതിൻ്റെ പേരിൽ മനസ്സിൽ ഒരുപാട് മുറിപ്പെട്ടും വേദനിച്ചു കഴിയുന്ന അനേകായിരങ്ങളെ പ്രത്യേകം തമ്പുരാൻ്റെ കരുണയ്ക്ക് മുമ്പാകെ ഈ ദിനത്തിൻ്റെ പ്രത്യേക പ്രാർത്ഥന നിയോഗമായി നമുക്ക് സമർപ്പിക്കാം. പരിമളത്തിനുറവയാം നറുസൗരഭ്യമാകട്ടെ ഞങ്ങളുമീ മണ്ണിൽ. യേശുവിൽ പ്രിയമുള്ളവരെ, വിശുദ്ധ യാക്കോബ് ശ്ലീഹ എഴുതിയ ലേഖനത്തിൻ്റെ 3-ാം അധ്യായം
1 മുതൽ 12 വരെയുള്ള വചനങ്ങളാണ് ഇതിനും നമ്മുടെ വിചിന്തനത്തിനും പ്രാർത്ഥനയ്ക്കുമായി ദൈവമായ കർത്താവ് നമുക്ക് നൽകുന്നത്. പ്രാർത്ഥനാപൂർവം തിരുവചനങ്ങൾക്കായി നമുക്ക് കാതോർക്കാം. എൻ്റെ സഹോദരരെ, നിങ്ങളിൽ അധികം പേർ പ്രബോധകരാകാൻ തുനിയരുത്. എന്തെന്നാൽ കൂടുതൽ കർശനമായ വിധിക്ക് നാം അർഹരാകുമെന്ന് മനസ്സിലാക്കുവിൻ. നാം എല്ലാവരും പലവിധത്തിൽ തെറ്റ് ചെയ്യുന്നു. സംസാരത്തിൽ തെറ്റുവരുത്താത്ത ഏവനും പൂർണ്ണനാണ്. തൻ്റെ ശരീരത്തെ മുഴുവൻ നിയന്ത്രിക്കാൻ അവന് കഴിയും. നമ്മെ അനുസരിക്കുന്നതിനു വേണ്ടി കുതിരയുടെ വായിൽ കടിഞ്ഞാൺ ഇടുമ്പോൾ അതിൻ്റെ ശരീരം മുഴുവനെയും നാം നിയന്ത്രിക്കുകയാണ് ചെയ്യുന്നത്. വളരെ വലുതും ശക്തവുമായ കാറ്റിനാൽ പായിക്കപ്പെടുന്നതുമായ കപ്പലുകളെ നോക്കുവിൻ. വളരെ ചെറിയ ചുക്കാൻ ഉപയോഗിച്ച് ആഗ്രഹിക്കുന്ന സ്ഥലത്തേക്ക് കപ്പിത്താൻ അതിനെ നയിക്കുന്നു. അതുപോലെ നാവ് വളരെ ചെറിയ അവയവമാണ്, എങ്കിലും അത് വൻപ് പറയുന്നു. ചെറിയൊരു തീപ്പൊരി എത്ര വലിയ വനത്തെയാണ് ചാമ്പലാക്കുക. നാവ് തീയാണ്, അത് ദുഷ്ടതയുടെ ഒരു ലോകം തന്നെയാണ്. നമ്മുടെ അവയവങ്ങളിലൊന്നായ അത് ശരീരം മുഴുവനെ മലിനമാക്കുന്നു. നരകാഗ്നിയാൽ ജ്വലിക്കുന്ന ഈ നാവ് പ്രകൃതി ചക്രത്തെ ചുട്ടുപഴിപ്പിക്കുന്നു. എല്ലാത്തരം വന്യമൃഗങ്ങളെയും പക്ഷികളെയും ഇഴജന്തുക്കളെയും സമുദ്ര ജീവികളെയും മനുഷ്യൻ ഇണക്കുന്നുണ്ട്, ഇണക്കിയിട്ടുമുണ്ട്. എന്നാൽ ഒരു മനുഷ്യന് നാവിനെ നിയന്ത്രിക്കാൻ സാധിക്കുകയില്ല. അത് അനിയന്ത്രിതമായ തിന്മയും മാരകമായ വിഷവുമാണ്. ഈ നാവ് കൊണ്ട് കർത്താവിനെയും പിതാവിനെയും നാം സ്തുതിക്കുന്നു. ദൈവത്തിൻ്റെ സാദൃശ്യത്തിൽ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്ന മനുഷ്യരെ അതേ നാവ് കൊണ്ട് ശപിക്കുകയും ചെയ്യുന്നു. ഒരേ വായിൽ നിന്ന് അനുഗ്രഹവും ശാപവും പുറപ്പെടുന്നു. എൻ്റെ സഹോദരരെ, ഇത് ഉചിതമല്ല. അരുവി ഒരേ ഉറവയിൽ നിന്ന് മധുരവും കയ്പവും പുറപ്പെടുവിക്കുമോ? എൻ്റെ സഹോദരരെ, അത്തിവൃക്ഷത്തിന് ഒലിവ് ഫലങ്ങളോ മുന്തിരിവള്ളിക്ക് അത്തിപ്പഴങ്ങളോ പുറപ്പെടുവിക്കാൻ കഴിയുമോ? ഉപ്പിന് വെള്ളത്തെ മധുരീകരിക്കാനാകുമോ? യേശുവിൽ പ്രിയമുള്ളവരെ, വിശുദ്ധ യാക്കോബ് ശ്ലീഹായുടെ ലേഖനത്തിൽ നിന്ന് 3-ാം അധ്യായത്തിൽ നിന്നാണ് നമ്മൾ തിരുവചനങ്ങൾ കേട്ടത്. ഒരുപക്ഷെ യാക്കോബ് ശ്ലീഹായുടെ ലേഖനങ്ങൾ അത്രയും, അതിലോരോ വചനവും പ്രായോഗിക ജീവിതത്തെ മാറ്റിമറിക്കാൻ പോന്ന വചനങ്ങളാണ്. യാക്കോബ് ശ്ലീഹായുടെ ലേഖനത്തിൻ്റെ വചനങ്ങൾ ഏറെ മനോഹരമാണ്. തീർച്ചയായിട്ടും നമ്മുടെ അനുദിന വിശ്വാസ ജീവിതത്തിൽ നല്ലൊരു ദൈവമകനും മകളുമായി ജീവിക്കാൻ നമ്മൾ ഗൗരവമായിട്ടെടുക്കേണ്ട ഓരോ വചനങ്ങളുമാണ് യാക്കോബ് ശ്ലീഹായിലൂടെ ദൈവമായ കർത്താവ് നമുക്ക് വെളിപ്പെടുത്തി തരിക. ഇതിന് ദൈവമായ കർത്താവ് നൽകുന്നത് വളരെ പ്രധാനപ്പെട്ട, നമ്മുടെ ജീവിതത്തോട് അത്ര കണ്ട് അഭേദ്യമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന വചനങ്ങളാണ്. നമ്മുടെ നാവിൻ്റെ ഉപയോഗത്തെക്കുറിച്ചാണ് കർത്താവ് വചനത്തിലൂടെ നമ്മോട് സംസാരിച്ചത്. പ്രിയമുള്ളവരെ, വചനം പറയുകയാണ്, നാവ് വളരെ ചെറിയ ഒരു അവയവമാണ്. പക്ഷേ ഈ നാവ് കൊണ്ടാണ് മനുഷ്യരാ നമ്മൾ ഏറ്റവും കൂടുതൽ പാപം ചെയ്യുന്നത്. ആലോചിച്ച് നോക്കി, ഏറ്റവും അധികം തിന്മ നമ്മൾ ചെയ്യുന്നത്, ഒരുപക്ഷെ ഈ ലോകത്തിൽ ഏറ്റവും കൂടുതൽ അസ്വസ്ഥതകൾ മനുഷ്യ ജീവിതത്തിൽ ഉണ്ടാകുന്നത് മനുഷ്യൻ്റെ നാവിൻ്റെ ദുരുപയോഗം കൊണ്ടാണ്. അത് കുടുംബങ്ങളിലാണെങ്കിലും വ്യക്തിബന്ധങ്ങളിലാണെങ്കിലും രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങളിലാണെങ്കിലും എല്ലായിടങ്ങളിലും നാവിൻ്റെ ദുരുപയോഗം നിമിത്തമാണ് അസ്വസ്ഥതകൾ ഉണ്ടാകുന്നത്. ഒരുപക്ഷെ യുദ്ധങ്ങൾ പോലും ഉണ്ടാകുന്നത്, പലപ്പോഴും കൊലപാതകങ്ങൾ സംഭവിക്കുന്നത് നാവിൻ്റെ ദുരുപയോഗത്തിൽ നിന്നാണ്. വിദ്വേഷം, വൈരാഗ്യ, ശത്രുത ഉടലെടുക്കുന്നത് അത് അതിൻ്റെ മൂർധന്യ അവസ്ഥയിലാണ്. ഒരുപക്ഷെ അതൊരു കൊലപാതകത്തിൽ ചെന്ന് അവസാനിക്കുക. ഇതുപോലുള്ള എത്രയോ സംഭവങ്ങളാണ് അനുദിനം വാർത്താ മാധ്യമങ്ങളിലൂടെ നമ്മളൊക്കെ അറിയാനിടവരുന്നത്. പ്രിയമുള്ളവരെ, നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ നമുക്ക് ഈ നാവിനെ നിയന്ത്രിക്കാനായിട്ട് കഴിയണം എന്നാണ് തിരുവചനത്തിലൂടെ യാക്കോബ് ശ്ലീഹ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. വളരെ ശക്തനായ ഒരു മൃഗമാണ് കുതിര. പക്ഷേ കടിഞ്ഞാണിട്ട ഒരു കുതിരയെ യഥേഷ്ടം അതിൻ്റെ യജമാനന് അതിനെ നിയന്ത്രിക്കാനായിട്ട് കഴിയും. പ്രിയമുള്ളവരെ, ഇതുപോലെ നമ്മുടെ നാവിനെ നിയന്ത്രിച്ചാൽ, പ്രിയമുള്ളവരെ, ആ നാവ് അനേകർക്ക് സൗഖ്യത്തിന്, അനേകർക്ക് ആശ്വാസത്തിന്, അനേകർക്ക് മധുരിക്കുന്ന അനുഭവങ്ങൾക്കൊക്കെ കാരണമായി മാറ്റാൻ നമുക്ക് സാധിക്കും എന്ന് വചനത്തിൽ ദൈവം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. ഒരേ നാവ് കൊണ്ട് തന്നെയാണ് നമ്മൾ മധുരമായി കയ്പായും ഒക്കെ സംസാരിക്കുന്നത്. പലപ്പോഴും നമുക്ക് പ്രിയപ്പെട്ടവരെ കാണുമ്പോൾ വളരെ മധുരതരമായി സംസാരിക്കുന്ന നമ്മൾ
നമുക്കിഷ്ടമില്ലാത്തവരെ കാണുമ്പോൾ വളരെ പരുഷമായി, സ്നേഹരഹിതമായി പലപ്പോഴും നമ്മൾ സംസാരിക്കാറുണ്ട്. ഈ അടുത്തിടയ്ക്ക് പ്രിയമുള്ളവരെ, ഒരു കൊലപാതകത്തിൻ്റെ വാർത്ത കാണുവാൻ വളരെ അടുത്ത് അറിയുവാനിട വന്നു. എനിക്ക് അടുപ്പമുള്ള അറിവുള്ള ഒരു കുടുംബമാണ്. കുടുംബത്തിലെ ഒരമ്മയാണ് മരിച്ചത്. 85 വയസ്സുള്ള ഒരമ്മയെ ഒരു ചെറുപ്പക്കാർ 22 വയസ്സുള്ള ഒരു പയ്യൻ കൊലപ്പെടുത്തുകയാണ് ഉണ്ടായത്. അതിനെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ വളരെ സങ്കടകരമായൊരു കാര്യമാണ്. എല്ലാ ദിവസവും പള്ളിയിൽ പോകുന്ന ഒരു അമ്മച്ചി, നന്നായിട്ട് പള്ളിയിൽ പോയി ദിവ്യകാരുണ്യം സ്വീകരിക്കുന്ന ഒരു അമ്മ, 85-ാം വയസ്സിലും ദൈവം കൊടുത്ത ആരോഗ്യം കൊണ്ട് പറമ്പിലും പാടത്തൊക്കെ അധ്വാനിക്കാൻ പോകുന്ന ഒരു അമ്മച്ചി. അനേകർക്കൊരു വിസ്മയമായിരുന്നു ഈ അമ്മച്ചി. പക്ഷേ ഈ അമ്മച്ചിയുടെ മരണത്തിന് ശേഷം, ഈ അമ്മച്ചിയെ കൊലപ്പെടുത്തിയതിന് ശേഷം പലരോടും ആരാഞ്ഞപ്പോൾ ലഭിച്ച ഒരു കാര്യം, ഈ അമ്മച്ചിയെക്കുറിച്ച് പറഞ്ഞൊരു കാര്യം ഇതാണ്: അമ്മച്ചിയുടെ നാവ് ഒട്ടും ശരിയല്ലായിരുന്നു. അയൽവക്കക്കാരോട്, മറ്റുള്ളവരോട് എപ്പോഴും വളരെ മോശമായ വാക്കുകൾ ഉപയോഗിച്ച്, ഒരിക്കൽ പോലും മറ്റുള്ളവർ കേൾക്കാൻ ആഗ്രഹിക്കാത്ത രീതിയിൽ വളരെ മോശമായി സംസാരിക്കുന്ന ഒരു പ്രവണതയ്ക്ക് ഉടമയായിരുന്നു ഈ അമ്മ. തൊട്ടയൽവക്കത്ത് താമസിക്കുന്ന മറ്റൊരു കുടുംബത്തിലെ ഒരു സ്ത്രീയെക്കുറിച്ച് ആ സ്ത്രീയുടെ മകൻ കേൾക്കവേ വളരെ മോശമായി പറഞ്ഞതിൻ്റെ പേരിൽ ആ മകന് ഈ സ്ത്രീയോട്, ഈ അമ്മയോട് വലിയ പരിഭവം തോന്നുകയും അത് പതിയെ പതിയെ വളർന്ന് വളരെ വൈരാഗ്യ ബുദ്ധിയിലേക്ക് നയിക്കുകയും അങ്ങനെയാണ് ഈ അമ്മ മരണപ്പെടാനിടയായത്. നാവിൻ്റെ ദുരുപയോഗ നിമിത്തമാണ് ഒരു നല്ല മരണം പ്രാപിക്കാൻ കഴിയാതെ അമ്മയ്ക്ക് ഈ ലോകം വിട്ടു പോകേണ്ടി വന്നത്. പ്രിയമുള്ളവരെ, ഇത് ഒരു ഒറ്റപ്പെട്ട സംഭവമൊന്നുമല്ല. പല കൊലപാതകങ്ങളുടെയും പല കുറ്റകൃത്യങ്ങളുടെ ഒക്കെ പുറകിൽ പ്രിയമുള്ളവരെ നാവ് കൊണ്ടുണ്ടാക്കുന്ന പ്രകോപനങ്ങളാണ് പലപ്പോഴും വലിയ തെറ്റുകളിലേക്ക് മനുഷ്യരെ നയിക്കുക, കൊലപാതകങ്ങളിലേക്ക് പോലും മനുഷ്യരെ നയിക്കുക. ഇതുകൊണ്ടാണ് വചനത്തിൽ കർത്താവ് നമ്മെ വളരെ ഗൗരവപൂർവ്വം ഓർമ്മപ്പെടുത്തുന്നത്. വചനത്തിൽ പറയുകയാണ്, നാവിനെ നിയന്ത്രിക്കാൻ ഒരുവന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശരീരത്തെ മുഴുവൻ അവന് നിയന്ത്രിക്കാൻ കഴിയും. നാവിനെ നിയന്ത്രിക്കാൻ കഴിയുന്നില്ലെങ്കിൽ ഒരുവന് തൻ്റെ മേൽ പൂർണ്ണമായൊരു നിയന്ത്രണമില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. പ്രിയമുള്ളവർ, എത്ര ഗൗരവമായിട്ട് പരിഗണിക്കേണ്ട ഒരു വിഷയമാണ് തിരുവചനത്തിലൂടെ ഈ പ്രഭാത ദൈവമായ കർത്താവ് നമുക്ക് നൽകുക. നമ്മൾ തന്നെ ഒരു ആത്മപരിശോധന നമ്മുടെ ജീവിതത്തെക്കുറിച്ച് ചെയ്ത് നോക്കി. നമ്മുടെ കുടുംബങ്ങളിൽ പലപ്പോഴും എപ്പോഴാണ് സ്നേഹം നഷ്ടപ്പെടുന്നത്? എപ്പോഴാണ് പലപ്പോഴും പലരുടെയും മുഖം വാടുന്നത്? പലപ്പോഴും രാത്രികളിൽ ഭക്ഷണം കഴിക്കാതെ ഉറങ്ങാൻ പോകുന്നത്, ഉറങ്ങാൻ പോയിട്ടും ഉറങ്ങാൻ കഴിയാതെ രാവ് പകലാക്കി പലപ്പോഴും നേരം വെളുപ്പിക്കുന്നത് എപ്പോഴാണ്? പലപ്പോഴും നാവിൽ നിന്നുതിരുന്ന ഒരു കുത്തുവാക്കാണ്. ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ചില വർത്തമാനങ്ങളാണ് പലപ്പോഴും നമ്മുടെ ഉറക്കം കെടുത്തുന്നത്, ജീവിത ബന്ധങ്ങളെ അസ്വസ്ഥമാക്കുന്നത്, ഒരു കുടുംബത്തെ മുഴുവൻ ആകമാനം അസ്വസ്ഥതയിലേക്ക് തള്ളിയിടുന്നത്. പ്രിയമുള്ളവരെ, നമ്മുടെ നാവ് തന്നെയാണ് നമ്മുടെ ജീവിതത്തെ പലപ്പോഴും ദുരിതമാക്കുന്നത്, സന്തോഷത്തെ പലപ്പോഴും നഷ്ടപ്പെടുത്തുന്നത്. ഇതുകൊണ്ടാണ് ദൈവത്തിൻ്റെ വചനം പ്രഭാഷകൻ്റെ പുസ്തകത്തിൽ പറയുക, നാവിൽ നിന്ന് അടർന്നു വീണ ഒരു വാക്കിനെ തിരികെ എടുക്കാൻ മർത്യരായി നമുക്കൊരിക്കലും ആവില്ല. പ്രിയമുള്ളവരെ, നിരന്തരം മനസ്സിൽ കോറിയിടാൻ നമുക്ക് കഴിയേണ്ട ഒരു വചനമാണിത്. എൻ്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന ഒരു വാക്കിനെ ഒരിക്കലും തിരികെ എടുക്കാൻ ഈ ഭൂമിയിൽ മനുഷ്യരായി നമുക്കൊരിക്കലും ആവില്ല. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ആലോചിച്ചേ സംസാരിക്കാവൂ, ആവശ്യമുണ്ടെങ്കിലേ വാ തുറക്കാവൂ എന്നൊക്കെ വചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് വെറുതെയല്ല. മനുഷ്യ ചരിത്രത്തിൻ്റെ ആരംഭം മുതൽ ഇന്നുവരെ മനുഷ്യൻ്റെ നാവിൻ്റെ ഉപയോഗം നിമിത്തമുണ്ടായ ഒരുപാട് കൊലപാതകങ്ങളും ഒരുപാട് കുറ്റകൃത്യങ്ങളും ഒരുപാട് വ്രണപ്പെട്ട മനുഷ്യജീവിതങ്ങളെല്ലാം മുന്നിൽ കണ്ടുകൊണ്ടാണ് ദൈവം തൻ്റെ അനന്തജ്ഞാനത്തിൻ്റെ സാഗരത്തിൽ നിന്ന് വിശുദ്ധ യാക്കോബ് ശ്ലീഹായിലൂടെ ഈ വചനങ്ങൾ നമുക്കായി വെളിപ്പെടുത്തി നൽകുക. പ്രിയമുള്ളവരെ, മധുരതരമായി സംസാരിക്കാൻ അഭ്യസിച്ച ഒരുവനെ എല്ലാവരും സ്നേഹിക്കും. എന്നാൽ കൈപ്പോടെ സംസാരിക്കുന്ന ഒരുവനെ, സ്നേഹരഹിതമായി സംസാരിക്കുന്ന ഒരുവനെ എല്ലാവരും വെറുക്കും. പലപ്പോഴും പലരും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, ഞാൻ വെറുക്കപ്പെടുന്നത് സത്യം പറഞ്ഞതിൻ്റെ പേരിലാണ്. പക്ഷെ ദൈവത്തിൻ്റെ വചനം ഓർമ്മപ്പെടുത്തുന്നു, എല്ലാ രഹസ്യങ്ങളും വെളിപ്പെടുത്താൻ പാടുള്ളതല്ല, എല്ലാ സത്യങ്ങളും വിളിച്ചു പറയാനുള്ളതല്ല. പ്രിയമുള്ളവരെ, സത്യമായതുകൊണ്ട് വിളിച്ചു പറയാൻ ദൈവം നമ്മളോട് ആവശ്യപ്പെട്ടിട്ടില്ല. നമ്മൾ സത്യം വെളിപ്പെടുത്തേണ്ടിടത്ത് മാത്രം
വെളിപ്പെടുത്തേണ്ട കാര്യമാണ്. പ്രാർത്ഥിച്ചും ആലോചിച്ചും ദൈവത്തോട് ആലോചന ചോദിച്ചുമൊക്കെയാണ് നമ്മൾ രഹസ്യമോ ഒരു സത്യമോ മറ്റൊരാളോട് പങ്കുവെക്കണമെങ്കിൽ അത് പങ്കുവെക്കാവൂ. അതിന് വലിയ പ്രാർത്ഥനയും വിവേകവും ആവശ്യമാണ്. പ്രിയമുള്ളവരെ, തിരിച്ചറിയാം, ദൈവം നൽകിയ ഒരു ചെറിയ അവയവമാണ് നാവ്. ഈ നാവിനെ ഞാൻ എങ്ങനെയാണ് ഉപയോഗിക്കുന്നത്? പലപ്പോഴും വലിയ പ്രാർത്ഥനയിലായിരിക്കുന്നവരെ കുറിച്ച് പോലും പലരും പരാതിപ്പെടാറുള്ളത് അവരുടെ നാവിൻ്റെ ഉപയോഗം ശരിയായിട്ടല്ല എന്നതിൻ്റെ പേരിലാണ്. പ്രിയമുള്ളവരെ, നമുക്ക് തിരിച്ചറിയാം, തമ്പുരാൻ്റെ സന്നിധി നമ്മളായിരിക്കുന്ന അവസ്ഥകളെ കണ്ടെത്തി നാവിൻ്റെ ഉപയോഗം വഴി ചെയ്തു പോയിട്ടുള്ള പാപങ്ങളെ ഓർത്ത് തമ്പുരാനോട് മാപ്പി ചോദിച്ച്, ദൈവമേ, ഈ നാവിനെ നിയന്ത്രിക്കാൻ ഒരു കുതിരയെ കടിഞ്ഞാണിട്ട് നിയന്ത്രിക്കുന്നത് പോലെ വലിയൊരു കപ്പലിനെ ഒരു കുഞ്ഞു ചുക്കാനും കൊണ്ട് കീഴ്പ്പെടുത്തി നിയന്ത്രിക്കുന്നത് പോലെ കർത്താവെ, എൻ്റെ നാവിനെ പ്രാർത്ഥന കൊണ്ടും വചനം കൊണ്ടും കീഴ്പ്പെടുത്തുവാനും നിയന്ത്രിക്കുവാനുള്ള കൃപ നൽകണമേ എന്ന് ഈ പ്രഭാതത്തിൽ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ആബാ പിതാവേ, സ്നേഹാഗ്നിയാൽ ജ്വലിക്കട്ടെ മക്കളാ ഞങ്ങളെല്ലാം. കർത്താവായ ദൈവമേ, ഈ പ്രഭാതത്തിൽ ഞങ്ങളങ്ങേ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, നന്ദി പറയുന്നു. നല്ല ദൈവമേ, അവിടുന്ന് ഞങ്ങൾക്ക് നൽകിയ ജീവിതത്തെ ഓർത്ത്, കർത്താവെ, ഞങ്ങൾക്ക് നൽകിയ നാവിനെ ഓർത്ത് നന്ദി പറയുന്നു. നല്ല ദൈവമേ, ഈ നാവിലൂടെയാണ് ഞങ്ങൾ മറ്റുള്ളവരോട് ഞങ്ങളുടെ ഹൃദയത്തെ കൈമാറുന്നത്. ഹൃദയത്തിൻ്റെ നിറവിൽ നിന്ന് അതരം സംസാരിക്കുമെന്നാണല്ലോ വചനത്തിൽ അവിടുന്ന് ഞങ്ങളെ ഓർമ്മപ്പെടുത്തുന്നത്. നല്ല ദൈവമേ, ഈ നാവിനെ അവിടുന്ന് ആഗ്രഹിക്കുന്നത് പോലെ മറ്റുള്ളവരെക്കുറിച്ച് നന്മ പറയാൻ, മറ്റുള്ളവരെ സാന്ത്വനിപ്പിക്കുന്ന ആശ്വാസ വചനങ്ങൾ പറയുവാൻ, മറ്റുള്ളവരെ ബലപ്പെടുത്തുന്ന പ്രോത്സാഹനങ്ങൾ നൽകുവാൻ തക്കവിധം ഞങ്ങളുടെ നാവിനെ അവിടുന്ന് ഏറ്റെടുത്ത് വിശുദ്ധീകരിച്ച് അവിടുന്ന് അഭിഷേകം ചെയ്യണമേ. കർത്താവായ യേശുവെ, അവിടുന്ന് ഉണ്ടാകട്ടെ എന്ന് അരുൾ ചെയ്തപ്പോൾ ഉണ്ടായി. എത്രയോ രോഗങ്ങളാണ് കർത്താവെ നിൻ്റെ അനുഗ്രഹ വചനങ്ങളിലൂടെ സൗഖ്യം പ്രാപിച്ചിട്ടുള്ളത്, വിട്ടുമാറിയിട്ടുള്ളത്. നല്ല ഈശോയെ, ഞങ്ങളുടെ നാവ് അത് നിനക്ക് യോഗ്യമായി തീരുവാൻ തക്കവിധം, നന്മയായി തീരാൻ തക്കവിധം ഞങ്ങളുടെ നാവുകളെ ഏറ്റെടുത്ത് നീ വിശുദ്ധീകരിക്കണമേ. പരിശുദ്ധാത്മാവായ ദൈവമേ, ഞങ്ങളുടെ ഹൃദയങ്ങളെ നന്മ കൊണ്ട് സ്നേഹം കൊണ്ട് നിറയ്ക്കണമേ. ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ ആ നന്മ ഞങ്ങളുടെ അതരങ്ങളിലൂടെ, നാവിലൂടെ മറ്റുള്ളവർക്ക് കേൾക്കുവാൻ തക്കവിധം ഞങ്ങളുടെ നാവുകളെ പരിശുദ്ധാത്മാവെ നീ അഭിഷേകം ചെയ്യണമേ. അമ്മേ ദൈവമാതാവേ, അമ്മയുടെ അനുഗ്രഹ വാക്ക് കേട്ട എലിസബത്തിൻ്റെ ഉദരത്തിലായിരുന്ന യോഹന്നാൻ സന്തോഷാതിരേകത്താൽ കുതിച്ചു ചാടി എന്ന് വചനം ഞങ്ങളെ ഓർമ്മപ്പെടുത്തുന്നുണ്ടല്ലോ. അമ്മേ മാതാവേ, ഞങ്ങളുടെ വാക്കുകളും മറ്റുള്ളവർക്ക് ആശ്വാസം നൽകുന്നതാകുവാൻ, സന്തോഷം നൽകുന്നതാകുവാൻ തക്കവിധം അമ്മ ഞങ്ങൾക്ക് വേണ്ടി ഈശോയുടെ പക്കൽ മാധ്യസ്ഥം വഹിക്കണമേ. സ്വർഗത്തിലായിരിക്കുന്ന സകല വിശുദ്ധരെ, ഈ ലോക ജീവിതത്തിലായിരുന്നപ്പോൾ നിങ്ങൾ വാക്കുകളിലൂടെ അനേകരെ സുഖപ്പെടുത്തിയവരാണ്, അനേകരെ ദൈവത്തിലേക്ക് അടുപ്പിച്ചവരാണ്. ഞങ്ങളുടെ ഈ ലോക ജീവിതത്തിൽ ദൈവം നൽകിയ നാവെന്ന ഈ അവയവത്തെ ദൈവത്തിൻ്റെ കൃപയോട് ചേർത്ത് ഉപയോഗിക്കുവാൻ നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം നൽകണമേ. ഞങ്ങളെ കാക്കുന്ന കാവൽ മാലാഖമാരെ, ദൂതന്മാരെ, ഞങ്ങളുടെ ജീവിത വഴികളിൽ, ഞങ്ങളുടെ യാത്രകളിൽ ഞങ്ങളോടൊപ്പമായിരുന്ന് ഞങ്ങൾക്ക് സംരക്ഷണം നൽകണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ആമേൻ.
പെറ്റമ്മ മറന്നാലും മറക്കാത്ത സ്നേഹമേ, ക്രൂശിതനായവനേ, നീ എന്നാശ്രയം. എല്ലാരും എന്നെ പിരിഞ്ഞപ്പോൾ, ആലംബമില്ലാതലഞ്ഞപ്പോൾ, ഒറ്റയ്ക്കിരുന്നു കരഞ്ഞപ്പോൾ, നീ എൻ്റെ ആശ്വാസധാരയായി വന്നു. ഒറ്റയ്ക്കിരുന്നു കരഞ്ഞപ്പോൾ, നീ എൻ്റെ ആശ്വാസധാരയായി വന്നു. എൻ പ്രിയരെല്ലാം എന്നെ വെറുത്തു, ആഴമേറും മുറിവുകൾ എന്നിൽ നൽകി. ഞാൻ ചെയ്യാത്ത കുറ്റം ചുമത്തി എൻ മനസ്സിൽ ഒരുപാട് വേദനയേകി. നൊമ്പരത്താൽ എൻ്റെ ഉള്ളം പുകഞ്ഞു, നീറും നിരാശയിൽ തേങ്ങി. അപ്പോൾ നീ എൻ്റെ കാതിൽ പറഞ്ഞു, നിന്നെ ഞാൻ കൈവെടിയില്ല. പെറ്റമ്മ മറന്നാലും മറക്കാത്ത സ്നേഹമേ, ക്രൂശിതനായവനേ, നീ എന്നാശ്രയം. നിൻ വചനങ്ങളെത്രയോ സത്യം, ഈ ലോകത്തിൻ മായാവിലാസങ്ങൾ വ്യർത്ഥം. ഞാൻ നിന്നോടു ചേരട്ടെ നാഥാ, നീയാണല്ലോ എന്നെ മറക്കാത്ത സ്നേഹം. തോരാത്ത കണ്ണീരുമായ്ക്കും യേശുവിൻ കുരിശോടു ചേർന്നു ഞാൻ നിന്നു. അപ്പോൾ അവൻ എന്നെ വാരിപ്പുണർന്നു, വാത്സല്യ ചുംബനമേകി. അപ്പോൾ അവൻ എന്നെ വാരിപ്പുണർന്നു, വാത്സല്യ ചുംബനമേകി. പെറ്റമ്മ മറന്നാലും മറക്കാത്ത സ്നേഹമേ, ക്രൂശിതനായവനേ, നീ എന്നാശ്രയം. യേശുവിൽ പ്രിയമുള്ളവരെ, ഈ ദിനത്തിൻ്റെ ആശീർവാദ പ്രാർത്ഥനയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ ടി വി സ്ക്രീനിന് മുമ്പിലായിരുന്നു വചനം കേട്ടും പ്രാർത്ഥിച്ചുമായിരിക്കുന്ന അനേകായിരങ്ങളോട് ചേർന്ന് ഒരു മനസ്സോടെ നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗം നമുക്ക് വേണ്ടി തുറക്കപ്പെടുന്ന അനുഗ്രഹ നിമിഷങ്ങളാണ് ഈ ആശീർവാദ പ്രാർത്ഥനയുടെ അനുഗ്രഹ നിമിഷങ്ങൾ. പ്രിയമുള്ളവരെ, കത്തോലിക്കാ തിരുസഭയോടും സഭയെ നയിക്കുന്ന ലിയോ പാപ്പയോടും മെത്രാന്മാരോടും വൈദികരോടും സന്യസ്തരോടും വിശ്വാസികളോടും ചേർന്ന്
ഒരു മനസ്സോടെ നമ്മുടെ പ്രാർത്ഥനാ നിയോഗങ്ങളെ തമ്പുരാൻ്റെ പക്കലേക്ക് നമുക്ക് ഉയർത്താം. ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ ദുഃഖങ്ങളിലും ദുരിതങ്ങളിലും യുദ്ധക്കെടുതികളിലും ഒക്കെ വേദനിക്കുന്ന ഒരുപാട് മക്കളുണ്ട്. അവിടെ എല്ലാ സങ്കടങ്ങളെയും ഭാരങ്ങളെയും നെടുവീർപ്പുകളെയും നല്ല ദൈവത്തിൻ്റെ പക്കലേക്ക് ഈ ആശീർവാദ വേളയിൽ നമുക്ക് ഉയർത്തി നമുക്കൊന്ന് ചേർന്ന് പ്രാർത്ഥിക്കാം. നമുക്ക് ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളേവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. യേശുവിൽ പ്രിയമുള്ളവരെ, ഗുഡ്നസ് ടിവിയുടെ ഈ പ്രഭാത വിരുന്ന ശുശ്രൂഷയ്ക്ക് നിങ്ങളേവരും നൽകിക്കൊണ്ടിരിക്കുന്ന വിലയേറിയ പ്രാർത്ഥനകൾക്ക്, പ്രോത്സാഹനങ്ങൾക്ക് യേശുവിൻ്റെ തന്നെ നാമത്തിൽ നിങ്ങൾക്ക് നന്ദി പറയുന്നു. തീർച്ചയായും നിങ്ങളുടെ പ്രാർത്ഥനകളാണ് ഈ ശുശ്രൂഷയെ ഓരോ പ്രഭാതത്തിൽ വലിയ അനുഗ്രഹമാകുവാൻ ഇടവരുത്തിക്കൊണ്ടിരിക്കുന്നത്. ഇനി തുടർന്നും നിങ്ങൾ അർപ്പിക്കുന്ന ദിവ്യബലികളിലും ചൊല്ലുന്ന നൊവേനകളിലും ജപമാല പ്രാർത്ഥനകളിലൊക്കെ ഈ ശുശ്രൂഷ ഓർക്കണമേ എന്ന് ഈശോയുടെ നാമത്തിൽ നിങ്ങളോട് സ്നേഹപൂർവ്വം അഭ്യർത്ഥിക്കുകയാണ്. മരിയൻ കൂടാരങ്ങളിൽ പ്രേക്ഷിതമൊക്കെ രാപകൽ നിങ്ങളുടെയൊക്കെ പ്രാർത്ഥനാ നിയോഗങ്ങളെ അനുദിനം സമർപ്പിച്ച് പ്രാർത്ഥനയിലാണ്. നല്ല ദൈവം തക്ക സമയത്ത് നിങ്ങളുടെ ജീവിതകാര്യങ്ങളിൽ ഇടപെട്ട് തൻ്റെ മഹത്വവും തൻ്റെ കരുണയും കരുതലൊക്കെ വെളിപ്പെടുത്തി നൽകട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. ഈശോയുടെ തന്നെ നാമത്തിൽ നിങ്ങളേവർക്കും നല്ലൊരു ദിനം നേരുന്നു. ആമേൻ.